ആലപ്പുഴ ചെങ്ങന്നൂരിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചുള്ള അപകടം 46 പേർക്ക് പരിക്കേറ്റു. രാവിലെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലത്തുണ്ട്. പ്രവീൺ, വലിയ അപകടമാണ്. വാഹനം ഏതു രൂപത്തിൽ തകർന്നിരിക്കുന്നു എന്ന് കാണാനാകുന്നുണ്ട്. ഈ 46 പേർ ഏതൊക്കെ ആശുപത്രിയിലാണ്? അവരുടെ പരിക്കൊക്കെ എങ്ങനെയാണ്? സ്മൃതി, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം MC റോഡിലാണ് ഈ വാഹനാപകടം സംഭവിച്ചത്. ടൂറിസ്റ്റ് ബസ്സും KSRTC ഫാസ്റ്റ് പാസഞ്ചറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 46 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഈ ചെങ്ങന്നൂരിൻ്റെ പരിസരത്തുള്ള വിവിധ ആശുപത്രികളിലേക്കായി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് ആന്റണി MP-യും കൊടിക്കുന്നിൽ സുരേഷ് MP-യും എത്തിയിട്ടുണ്ട്. ഇരുവരും ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ എത്ര പേർക്ക് പരിക്കുണ്ടെന്നാണ് പ്രാഥമികമായിട്ട് വിവരം ലഭിക്കുന്നത്? 40ഓളം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് മിക്കവാറും എല്ലാവർക്കും തന്നെ പരിക്കുണ്ട്. 3 ഹോസ്പിറ്റലുകളായി അവരെ മാറ്റിയിരിക്കുകയാണ്. ജില്ലാ ആശുപത്രി, KM ചെറിയാൻ ഹോസ്പിറ്റൽ അടക്കം 3 ഹോസ്പിറ്റലുകളായിട്ട് മാറ്റിയിരിക്കുകയാണ്. അടൂർ തെങ്ങമത്തു നിന്നുള്ള കറുകച്ചാലിലേക്ക് പോയ വിവാഹ എൻഗേജ്മെൻറ്റിന് പോയ പാർട്ടിയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കൊടിക്കുന്നിൽ സുരേഷും MP-യും നമ്മുടെ പഞ്ചരികയാണ്. ഇതിപ്പോൾ ആർക്കെങ്കിലും പരിക്ക് ഗുരുതരമാണെന്നുള്ള ഒരു സൂചനയുണ്ടോ? ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുള്ളവരാണ് കൂടുതലും കൈകാൽ ഒടിഞ്ഞവരുണ്ട്. മുഖം പൂർണ്ണമായും മുറിവേറ്റും അതുപോലെ മുഖത്തും ചെറിയിലും ഒക്കെ നെറ്റിയിലും ഒക്കെ തന്നെ ഈ ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ജില്ലാ ആശുപത്രി പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം അവരെല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്? എത്ര പേര് പോയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ആളുകളെ ഇപ്പോൾ തന്നെ വിട്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരെയും വിടാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ മാമൻസ് ഹോസ്പിറ്റലും KM ചെറിയാൻ ഹോസ്പിറ്റലും കുറച്ച് പേര് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. KSRTC സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ എവിടെയുള്ള ആളുകളൊക്കെ? തിരുവനന്തപുരത്തേക്കാണ് ബസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എവിടെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു? ഈ വണ്ടിയിലുള്ള, അതായത് ഈ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ഈ കല്യാണ നിശ്ചയത്തിന് കറുകച്ചാലിൽ പോകാൻ വേണ്ടി അടൂർ തെങ്ങമത്ത് നിന്ന് വന്നവർക്കാണ് കൂടുതലും പരിക്കേറ്റിരിക്കുന്നത്. അവരാണ് കൂടുതലായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കണ്ടത്. ഈ KSRTC വന്നവർക്ക് അത്ര വലിയ പരിക്കുകളൊന്നും ഉണ്ടായി തോന്നുന്നില്ല. പക്ഷേ അവർക്കും ചില ഈ ഇടിയുടെ ആഘാതത്തിൽ പരിക്കുകളുണ്ട്. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഈ വിവാഹ നിശ്ചയത്തിന് പോകാൻ വേണ്ടി വന്ന വാഹനത്തിൽ സഞ്ചരിച്ചവർക്കാണ്. പൂർണ്ണമായും എല്ലാവരും ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. തീർച്ചയായും ആശുപത്രിയിൽ ഇപ്പോൾ പ്രാഥമിക ചികിത്സ നൽകുകയും ഈ പരിക്കുകളിൽ മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ട് എത്രയും പെട്ടെന്ന് എക്സ്റേയും അതുപോലുള്ള ആധുനിക സജ്ജീകരണങ്ങളുള്ള പരിശോധനയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് അവർ റെഫർ ചെയ്തിട്ടുണ്ട്. ഓർത്തോ വേണം, അതുപോലെ തന്നെ കണ്ണിന് പരിക്കേറ്റവരുണ്ട്, ചെവിക്ക് പരിക്കേറ്റവരുണ്ട്, തലച്ചോറിന് പരിക്കേറ്റവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കും. ബസ്സിന്റെ മുൻവശത്താണല്ലോ, മുൻവശങ്ങൾ തമ്മിലുള്ള കൂട്ടിയ ഡ്രൈവർമാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഈ ബസ്സിന്റെ ഡ്രൈവർ ഞാൻ ഇപ്പോൾ കണ്ടിട്ട് വരികയാണ്. ആ ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്, കാലിന് പരിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ മുട്ടിനും കാലിനും അതോടൊപ്പം തന്നെ മുഖത്തിനും എല്ലാം നല്ല രീതിയിൽ തന്നെ പരിക്കുള്ളതാണ്. എപ്പോഴാണ് അപകടം? കൃത്യസമയം എപ്പോഴായിരുന്നു? ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂറിന് മുമ്പാണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു അപകടമാണ്. ഇതുവരെ ആരും മരണപ്പെട്ടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. മരിക്കുന്ന ഒരു കണ്ടീഷനിൽ ആരെങ്കിലും ഉണ്ടോയെന്നും അറിയത്തില്ല. പക്ഷേ ഇതൊരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും അതിഗുരുതരമായ കൊല്ലം തേനി പാതയിൽ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലത്താണ് ഇവിടെ ഈ ഒരു അപകടം ഉണ്ടായത്. അത് KSRTCയും ടൂറിസ്റ്റ് ബസ്സും തമ്മിലുള്ള അപകടമാണ്. എന്തായാലും ഇത് നമ്മുടെ ഈ ദേശീയപാത ആയതിനു ശേഷം ആദ്യമായിട്ടുണ്ടാകുന്ന, ഈ കൊല്ലം തേനി പാത ആയതിനു ശേഷം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സീരിയസ് ആക്സിഡൻ്റാണ് ഇവിടെ സംഭവിച്ചത്. സ്മൃതി, ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് കൂടുതൽ പരിക്കേറ്റത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഈ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തോട് ചേർന്നാണ് ഇടി സംഭവിച്ചിരിക്കുന്നത്. ഈ മുൻവശത്തോട് ചേർന്നിരുന്ന ആളുകൾക്കാണ്, യാത്രക്കാർക്കാണ് കൂടുതൽ പരിക്കേറ്റുള്ളത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞത് എതിരെ വന്ന KSRTC ബസ് അതിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്ക് അത്ര പ്രശ്നമല്ല. കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത് ഈ ടൂറിസ്റ്റ് ബസ്സിലെ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാമല്ലോ, തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷും സ്ഥലത്തെത്തി. അവർ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചോ പ്രവീൺ? സ്മൃതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 MP-മാരും ഇവിടെ തന്നെ നിന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ഏതായാലും മുഴുവൻ ആളുകളെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡിൽ പൂർണ്ണമായും 1 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2 വാഹനങ്ങളും റോഡിൻ്റെ മധ്യത്തിലായിരുന്നു ഇടിക്ക് ശേഷം കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇരുവശങ്ങളിലുമായി ഈ റോഡിലെ ഗതാഗതം നിർത്തിവെച്ചുകൊണ്ട് ക്രെയിൻ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ് റോഡിൻ്റെ മധ്യ
ഭാഗത്തു നിന്നും ഇടതുവശത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ പ്രധാനപ്പെട്ട പാതയാണ് തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം, ആലപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെ, എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ പ്രധാനപ്പെട്ട പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇരു വാഹനങ്ങളും റോഡിൻ്റെ ഒരു വശത്തേക്ക് മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും നടത്തുന്നത്. ഇപ്പോൾ KSRTC ബസ്സും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്നുണ്ട്. നമുക്ക് KSRTC ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ മുൻവശം കാണാൻ സാധിക്കും. നേർക്ക് നേർ ഉള്ള ഇടി, വശത്തല്ല നേർക്ക് നേരെയാണ് ഇടി സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSRTC ബസ്സിൻ്റെ മുൻവശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പൂർണ്ണമായും അതിൻ്റെ മുൻവശത്താണ് ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുൻവശം വന്ന് ഇടിച്ചിരിക്കുന്നത്. പക്ഷേ MP-മാർ പറഞ്ഞത് പ്രകാരം ഈ KSRTC ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ പരിക്ക് അത്ര പ്രശ്നമല്ല. പക്ഷേ എല്ലാ പരിക്കേറ്റവർക്കെല്ലാം തലയ്ക്കും കാലുകൾക്കും ഒക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ വേഗം നടത്തി. നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. ഇത് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ അടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഓടിയെത്താൻ കഴിഞ്ഞു. ഇരുവാഹനങ്ങളിലെയും 2 ബസ്സുകളിലെയും ആളുകളെ പെട്ടെന്ന് തന്നെ ചെങ്ങന്നൂരിലെയും ഒപ്പം തന്നെ മുളക്കഴ ആ ഭാഗത്തേക്കുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 46 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് 2 ബസ്സുകളിലുമായി. ഏതായാലും പലരുടെയും നില, തലക്കേറ്റവരുടെയൊക്കെ നില അല്പം ഗുരുതരം എന്ന് തന്നെയാണ് MP-മാരുടെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് KSRTC ബസ് ഇവിടെ നിന്ന് മാറ്റുകയാണ്.